ഹായ് ഗായ്സ്, നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും ഫഹദ് ഫസലിന്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവും. അതായത് 41-ാം വയസ്സിലും എനിക്ക് ADHD ആണ് എന്ന് പറയുന്ന ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇനി അത് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ആ വീഡിയോ കാണിച്ചു തരാം. ഇത് കഴിഞ്ഞപ്പോൾ കുറെ ആൾക്കാർ ADHD എന്താണെന്ന് സെർച്ച് ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും കുറച്ച് പേര് മെസ്സേജ് അയക്കാൻ തുടങ്ങി, ചേട്ടാ എനിക്ക് ADHD ആണ്, ചേട്ടാ എനിക്ക് ADHD ആണോ, അങ്ങനെയാണെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, അങ്ങനെ കുറെ കാര്യങ്ങൾ. കുറെ ആൾക്കാരും സെൽഫ് ഡയഗ്നോസ് ചെയ്യാൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. അതായത് ജസ്റ്റ് എനിക്ക് ഒരു കാര്യം ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ADHD ആണെന്ന് ചിന്തിക്കാൻ തുടങ്ങി. സോ ADHD എന്താണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്, അതായത് ജസ്റ്റ് എനിക്ക് ഒരു കാര്യം ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര സോഷ്യൽ മീഡിയ അഡിക്റ്റ് ആണ്, എന്റെ അറ്റൻഷൻ പെട്ടെന്ന് ഇല്ലാണ്ടാകുന്നു എന്നൊക്കെ പറയുന്നത് മാത്രമല്ല. സോ ജസ്റ്റ് ഒരു സിംറ്റം കൊണ്ട് മാത്രം എനിക്ക് ADHD എന്ന് പറയരുത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഈസ് ഫാബിൻ സ്റ്റൈൽ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഞാൻ ഇതിന്റെ ഫുൾ ഫോം ഒന്ന് പറഞ്ഞുതരാം. ADHD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. അപ്പൊ ഈ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും 3 കാര്യങ്ങളുണ്ട്. സോ ആദ്യത്തേതാണ് അറ്റൻഷൻ ഡെഫിസിറ്റ്, അതായത് അറ്റൻഷൻ ഇല്ലായ്മ, അല്ലെങ്കിൽ കുറെ നേരത്തേക്ക് ഒരു ടാസ്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഇല്ലാത്ത ഒരവസ്ഥ. രണ്ടാമത്തേത് ഹൈപ്പർ ആക്ടിവിറ്റി, അല്ലെ. ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ടു മച്ച് എനർജി, അതായത് വെറുതെ ഇരിക്കാൻ പറ്റുന്നില്ല, ഒരു സ്ഥലത്തും വെറുതെ ഇരിക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ചിലപ്പോൾ കയ്യോ കാലും ഇങ്ങനെ അനക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ വെറുതെ കുറെ നേരം സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ വേറെ കുറെ സിംറ്റംസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇമ്പൾസിവിറ്റി, അതായത് എടുത്തുചാട്ടം, ചിന്തിക്കാതെ കുറെ കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ സെൽഫ് കൺട്രോൾ പറ്റാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ, അതായത് ഒരു കാര്യവും ഓർഡറിൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ ഇതിൽ പെടും. സോ ഇതിനെപ്പറ്റി ഇനി കൂടുതൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് ആക്ച്വലി ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഗേൾസിനേക്കാൾ ബോയ്സിനാണ്. അതായത് ആൺകുട്ടികൾക്കാണ് ഈ അസുഖം കൂടുതലും കണ്ടുവരുന്നത്. ഈ ഒരു കണ്ടീഷൻ ആക്ച്വലി ചെറുപ്പത്തിലേ തന്നെ തുടങ്ങുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ കൂടുതലും കുട്ടികളിലാണ് ഇത് കണ്ടുവരുന്നത്. അതായത് കൂടുതലും ഹൈപ്പർ ആക്റ്റീവായ കുട്ടികൾ ഉണ്ടാവും. അതായത് സാധാരണ കുട്ടികളെക്കാൾ കുറച്ച് കൂടുതൽ വികൃതി. അതുപോലെ തന്നെ ക്ലാസ്സിലാണെങ്കിൽ ടീച്ചർമാർക്ക് എപ്പോഴും ശല്യം, പിന്നെ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിക്കില്ല, ചിലപ്പോൾ ക്ലാസ്സിൽ നിന്ന് ജസ്റ്റ് ഇറങ്ങി പോവുക, ടീച്ചറായിട്ട് ഫൈറ്റ് ചെയ്യുക, അതുപോലെ തന്നെ കൂടെയുള്ള കുട്ടികളായിട്ട് ഫൈറ്റ് ചെയ്യുക, ചിലപ്പോൾ വെറുതെ കുട്ടികൾ ഇങ്ങനെ പിച്ചിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള കുറച്ച് എക്സ്ട്രാ, അതായത് സാധാരണ കുട്ടികളെക്കാൾ കൂടുതൽ ഹൈപ്പർ ആക്റ്റീവായിട്ട് ഈ കുട്ടികൾ കാണിക്കും. അതുപോലെ തന്നെ ഈ കുട്ടികൾക്ക് കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയും ഉണ്ടാവും. സോ ആക്ച്വലി ഈ കണ്ടീഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ചൈൽഡ്ഹുഡിൽ തന്നെയാണ്. പക്ഷെ പലപ്പോഴും ഇതൊരു മൈൽഡ് വേർഷനിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ വീട്ടുകാർ ശ്രദ്ധിക്കില്ല, ചിലപ്പോൾ ഇത് കുഴപ്പമില്ല, ഇത് സാധാരണ കുട്ടികൾക്ക് ഉണ്ടാകുന്ന വികൃതിയല്ലേ എന്ന് കരുതി നമ്മൾ അത് ഇഗ്നോർ ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഇവർ വലുതായി വളർന്നു വരുമ്പോഴും ഈ സിംറ്റംസ് കാണിക്കാൻ തുടങ്ങും. ചിലപ്പോൾ ഇത് കൂടുതലായിട്ട്, അതായത് ഇവരുടെ വർക്ക് ലൈഫിലാകാം, ഇവരുടെ റിലേഷൻഷിപ്പിലാകാം, ഇവരുടെ അക്കാഡമിക് ലൈഫിലാണെങ്കിൽ പോലും അത് ഇവരെ നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യാൻ തുടങ്ങും. അതായത് ചിലപ്പോൾ സ്ഥിരമായിട്ട് ഒരു ജോലി തന്നെ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, ചിലപ്പോൾ ജോലികൾ മാറിക്കൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് കുറെ നേരം ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. അത് അവർ ജോലി ചെയ്യുന്ന കാര്യമായിക്കോട്ടെ, ഇനിയിപ്പോൾ എന്തെങ്കിലും വായിക്കുകയാണെങ്കിൽ പോലും കുറെ നേരം വായിച്ചവർക്കൊന്നും മനസ്സിലാവില്ല. അല്ലെങ്കിൽ ഇവരുടെ നേരെ നോക്കി ആരെങ്കിലും ഇവരോട് സംസാരിക്കുകയാണെങ്കിൽ പോലും ഇവർ ചിലപ്പോൾ ഡേ ഡ്രീമിങ്ങിലായിരിക്കും. അതായത് ഇവർ വേറെ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഇവരുടെ നേരെ നോക്കി സംസാരിക്കുന്ന കാര്യങ്ങളൊന്നും ഇവർക്ക് ചിലപ്പോൾ ശ്രദ്ധിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ആൾക്കാർ പലപ്പോഴും സാധനങ്ങൾ നഷ്ടപ്പെടുത്തും. അതായത് ചിലപ്പോൾ ഇവരുടെ കയ്യിലുള്ള താക്കോലാകാം, പേഴ്സ് ആകാം, മൊബൈൽ ഫോൺ ആകാം, ഇങ്ങനെ സ്ഥിരമായിട്ട് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇതിനി കുട്ടികളിലാണ് സംഭവിക്കുന്നതെങ്കിൽ അവർ പഠിക്കേണ്ട സാധനങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് പഠിക്കാൻ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവർ മറന്നു പോവുക, അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തുക. ഇപ്പൊ പേന ആയിക്കോട്ടെ, ബുക്ക് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള ക്യാരക്ടർ അവർ കാണിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ വേണ്ട കാര്യങ്ങൾ പോലും ഇവർ മറന്നു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതായത് ചിലപ്പോൾ ഒരു ബില്ല് പേ ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ ആരെങ്കിലും കാണാമെന്ന് പറഞ്ഞിട്ട് അത് ചിലപ്പോൾ മറന്നു പോവാം, അല്ലെങ്കിൽ ചില ടാസ്കുകൾ കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാകാം. ഇതെല്ലാം ഇവർക്ക് സ്ഥിരമായിട്ട് സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ആദ്യത്തെ പ്രധാന സിംറ്റം ആണല്ലോ ഈ അറ്റൻഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ അറ്റൻഷൻ എന്ന് പറയുമ്പോൾ തന്നെ ചെറിയ ചെറിയ കാര്യത്തിൽ വരെ ഇവർ പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആകും. അതായത് സാധാരണ ഒരു മനുഷ്യനാണെങ്കിൽ ചിലപ്പോൾ നമ്മളോട് ഒരാൾ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെറിയ ചെറിയ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടെങ്കിലും നമ്മൾ അത് അവോയ്ഡ് ചെയ്തിട്ട് നമ്മൾ അവർ പറയുന്നത് കേൾക്കും. പക്ഷെ ഇങ്ങനെയുള്ള ആൾക്കാർ പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആവും. അതായത് ഇപ്പോൾ ഒരാളോട് സംസാരിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ചെറിയൊരു അനക്കം എന്തെങ്കിലും കാര്യം കേട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ അറ്റൻഷൻ അങ്ങോട്ട് പോകും. അതുപോലെ തന്നെ ആൾക്കാർ ഇവരോട് നോക്കി സംസാരിക്കുന്ന കാര്യങ്ങൾ ഇവർക്ക് ശ്രദ്ധിച്ചിരിക്കാൻ പറ്റാത്ത അവസ്ഥ, എപ്പോഴും ഡേ ഡ്രീമിങ്, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയായിരിക്കും ഇവർക്കുണ്ടാവുക. അപ്പൊ നമ്മൾ ADHDയുടെ ഫുൾ ഫോം ആദ്യം ഡിസ്കസ് ചെയ്തതുപോലെ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ, അല്ലെ.
അപ്പോൾ രണ്ടാമത്തെ അതിന്റെ പ്രധാനമായ സിംറ്റമാണ് ഹൈപ്പർ ആക്ടിവിറ്റി. ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഇവർക്ക് ടു മച്ച് എനർജി ആയിരിക്കും. അതായത് ഇവർക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല, എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം. ചില സമയത്ത് ഇവർ കൈയും കാലും ഇങ്ങനെ വെറുതെ അനക്കിക്കൊണ്ടിരിക്കും. അതായത് ഭയങ്കരമായിട്ട് റെസ്റ്റ്ലെസ് ആയിട്ട് ഇവരിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. ഇവർക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാനുള്ള ക്ഷമയൊന്നും ഉണ്ടാവില്ല. ഈവൻ ഒരു ക്യൂവിലാണെങ്കിൽ പോലും ഇവർ ഭയങ്കര റെസ്റ്റ്ലെസ് ആവും. ഇവർക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല, ക്ഷമയില്ലാത്തൊരവസ്ഥയിലേക്ക് ഇവർ വരും. അതുപോലെ തന്നെ ഇപ്പൊ ആരെങ്കിലും ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ തന്നെ ആ ചോദ്യം തീരുന്നതിന് മുമ്പ് തന്നെ ഇവർ ഉത്തരം പറയാൻ ശ്രമിക്കും. അല്ലെങ്കിൽ ആരെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവരുടെ ഇടയിൽ കയറി സംസാരിക്കുക, അല്ലെങ്കിൽ അത് വെയിറ്റ് ചെയ്ത് അവർ പറഞ്ഞ് തീർക്കുന്നത് വരെ കേട്ട് നിൽക്കാനുള്ള ക്ഷമ പോലും ഇവർക്ക് ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള ആൾക്കാർ കുറേ കാര്യം ഒരേ സമയത്ത് ചെയ്യാൻ ശ്രമിക്കും. അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെ കുറെ കാര്യങ്ങൾ ഇവർ പ്ലാൻ ചെയ്യും. എല്ലാം ചെയ്യണമെന്ന് ഇവർ ആഗ്രഹിക്കും, പക്ഷെ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതായത് കുറെ കാര്യം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, അങ്ങനെ എല്ലാം ചെയ്യാൻ ശ്രമിക്കുന്നു, പക്ഷെ ഒരു കാര്യവും സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാനോ പറ്റാത്തൊരവസ്ഥ കൂടി ഇവർ കടന്നു പോകും. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇവരുടെ ഫ്രണ്ട്ഷിപ്പിലും ഒരു വിള്ളൽ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇവർ ചിലപ്പോൾ എടുത്തു ചാടി എന്തെങ്കിലും പറയാം, അല്ലെങ്കിൽ ആൾക്കാരോട് ക്ലിയർ ആയിട്ട് ബിഹേവ് ചെയ്യാൻ ചില സമയത്ത് ഇവർക്ക് അറിയാൻ പറ്റില്ല. അതായത് ചിലപ്പോൾ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരോട് ഒരു പെട്ടെന്ന് ദേഷ്യം കാണിക്കുക, അല്ലെങ്കിൽ അവരോട് മര്യാദയ്ക്ക് സംസാരിക്കാണ്ട് ചിലപ്പോൾ കയർത്ത് കയറുക, ക്ലിയർ ആയിട്ട് കാര്യം പറയാൻ പറ്റാത്ത അവസ്ഥയിലൂടെയൊക്കെ ഇവർ കടന്നു പോകാം. ആൻഡ് മനസ്സിലാക്കുക, ഇത് അഡൽട്ട്ഹുഡിൽ ഉണ്ടാകുമ്പോഴും ഇതിലൂടെ കടന്നു പോകുക എന്ന് പറയുന്നത് അത്ര ഈസിയായ ഒരു കാര്യമല്ല. കാരണം ഒരിക്കലും നമുക്ക് കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു കാര്യം നമുക്ക് തീർക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ മര്യാദക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല, ഒരു ജോലിയിൽ തന്നെ മര്യാദക്ക് നിൽക്കാൻ പറ്റുന്നില്ല. ഇങ്ങനത്തെ ഒരു അവസ്ഥ കുറച്ച് കഷ്ടകരമായ ഒരു കാര്യം തന്നെയാണ് ആക്ച്വലി. അതുപോലെ തന്നെ ഇങ്ങനത്തെ ആൾക്കാർക്ക് ചിലപ്പോൾ വെപ്രാളം ഭയങ്കര കൂടുതലായിരിക്കും. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ വെറുതെ ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണല്ലോ. വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ചിലപ്പോൾ അത്ര ഓർഗനൈസ്ഡ് ആയിരിക്കില്ല, എല്ലാം ഇങ്ങനെ വലിച്ചു വാരിയിടുക, അല്ലെങ്കിൽ ഒരു കാര്യവും കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലൂടെയൊക്കെ ഇവർ കടന്നു പോകുന്നതായിരിക്കും. സോ മനസ്സിലാക്കുക, ADHD എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു കാര്യം ഫോക്കസ് ചെയ്യാൻ പറ്റാത്തതോ അല്ലെങ്കിൽ അറ്റൻഷൻ മാത്രം കിട്ടാത്തത് മാത്രമല്ല, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ കൂടിയുണ്ട് ADHD എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. സോ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ADHD എന്ന് പറയുന്നത് സെൽഫ് ഡയഗ്നോസബിൾ ആണ്. അതായത് നമുക്ക് വേണമെങ്കിൽ ഈ സിംറ്റംസ് ഒക്കെ വെച്ചിട്ട് നോക്കിയിട്ട് പറയാം, ഓക്കെ എനിക്ക് ADHD ഉണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം. പക്ഷെ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ADHD ആണെന്നുള്ളത് ഡയഗ്നോസ് ചെയ്യേണ്ടത് ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽ, അതായത് ഒരു സൈക്കോളജിസ്റ്റോ അല്ലെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റോ ആയിരിക്കണം. ഇതിന്റെ പ്രധാന കാരണം എന്താണ്, എന്തുകൊണ്ടാണ് ADHD വരുന്നതിന്റെ സ്റ്റഡീസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. പല സ്റ്റഡീസും പറയുന്നത് ജനറ്റിക് ആണ്, അതായത് നമുക്ക് പാരമ്പര്യമായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ജീൻസ് വഴിയോ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിൻ കെമിക്കൽസിലുള്ള മാറ്റങ്ങൾ കാരണവും ADHD നമുക്കുണ്ടാവാം. സോ ADHD മാറ്റാൻ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെഡിസിൻസ് യൂസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. മെഡിസിൻസ് യൂസ് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം നമ്മുടെ സിംറ്റംസിൽ ഈ ADHDയുടെ കാര്യങ്ങളിൽ കുറെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ആൻഡ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ADHD സ്റ്റാർട്ട് ചെയ്യുന്നത് ചൈൽഡ്ഹുഡിലാണ്. അപ്പൊ ചെറുപ്പത്തിലെ തന്നെ ഇത് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇത് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. സോ എപ്പോഴും പാരന്റ്സ് ആയിട്ടുള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്റെ കുട്ടി കുറച്ച് എക്സ്ട്രാ സാധാരണ കുട്ടികളെക്കാൾ കൂടുതൽ വാശിയും വികൃതിയൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ടീച്ചർമാർ എപ്പോഴും കംപ്ലൈന്റ് ചെയ്യാണ് ഈ കുട്ടി ശ്രദ്ധിക്കുന്നില്ല, ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നില്ല, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കംപ്ലൈന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അത് 6 മാസത്തിൽ കൂടുതൽ അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഡോക്ടറെ കാണണം. കാരണം ചെറുപ്പത്തിലെ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ഇത് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ADHD ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഉറപ്പായിട്ടും മനസ്സിലാക്കാൻ മെഡിസിൻ ആവശ്യമാണ്, അതുപോലെ തന്നെ സൈക്കോ തെറപ്പി ആവശ്യമാണ്. അതായത് ഒരു സൈക്കോളജിസ്റ്റ് വഴി അല്ലെങ്കിൽ ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽ വഴി നിങ്ങൾ തെറപ്പി വഴിയും നിങ്ങൾക്ക് ഇത് മാറ്റിയെടുക്കാൻ പറ്റും. ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ പറഞ്ഞുതരാം. അതിൽ ആദ്യത്തേതാണ് എക്സസൈസ് റെഗുലർലി എന്നുള്ളത്. നിങ്ങൾ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആവുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര എനർജി തോന്നുന്ന സമയത്ത് നിങ്ങൾ നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യുക, പിന്നെ നല്ല ഉറക്കം കിട്ടാൻ ശ്രമിക്കുക. അതായത് ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പെങ്കിലും ഫോണെല്ലാം മാറ്റി വെച്ചിട്ട് കിടന്നുറങ്ങാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സ്ട്രെസ് മാനേജ്മെന്റ്, ടൈം മാനേജ്മെന്റ്, അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും കൃത്യം ടൈമിൽ ചെയ്യാനും ഓരോ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് ഓർഗനൈസ് ചെയ്യാനും പ്ലാൻ ചെയ്യാനും നിങ്ങൾ നിങ്ങളെ തന്നെ ട്രെയിൻ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഒരു കാര്യമാണ് സോഷ്യലൈസ് ചെയ്യുക എന്നുള്ളത്. അതായത് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് റെഗുലർ ആയിട്ട് സംസാരിക്കുക, അതുപോലെ തന്നെ നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാരോട്, നിങ്ങളുടെ കൊളീഗ്സിനോടൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ സംസാരിച്ച് നിങ്ങളെ തന്നെ ട്രെയിൻ ചെയ്യാനും, അതായത് നിങ്ങൾ വേർഡ്സ് ഒക്കെ ഫോം ചെയ്ത് കൃത്യമായിട്ട് സംസാരിക്കാൻ നിങ്ങളെ തന്നെ ട്രെയിൻ ചെയ്യാൻ നോക്കുക. ആൻഡ് ലാസ്റ്റ് ആയിട്ട് എന്നാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മെഡിസിൻസ് എടുക്കുക എന്നുള്ളത് തന്നെയാണ്. ഉറപ്പായിട്ടും മെഡിസിൻസിന് സൈഡ് എഫക്ട്സ് ഉണ്ടാവും എന്ന് വെച്ചാൽ സൈഡ് എഫക്ട്സ് ഉണ്ടാവും. പക്ഷേ ഈ കണ്ടീഷൻസ് വെച്ച് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾക്ക് ഭയങ്കര പാടാണ്. അതായത് നമുക്ക് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ ആക്ച്വലി മെഡിസിൻസ് നമ്മളെ കുറെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഒരു സൈക്കോ തെറപ്പി, അതായത് ഒരു സൈക്കോളജിസ്റ്റ് വഴി അല്ലെങ്കിൽ ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണലിന്റെ ഹെൽപ്പ് വഴി തെറപ്പി കിട്ടുന്നത് നിങ്ങളെ കുറെ ഹെൽപ്പ് ചെയ്യും.
സോ നിങ്ങൾക്ക് ADHD എന്താണെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും മനസ്സിലാക്കാൻ നിങ്ങൾ സ്വന്തമായിട്ട് ഡയഗ്നോസ് ചെയ്യാനേക്കാൾ കൂടുതൽ ഒരു ഡോക്ടറെ കണ്ട് അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ട് നിങ്ങൾ ഡയഗ്നോസ് ചെയ്യുകയും അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് എടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എന്തായാലും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കാര്യങ്ങളും അഭിപ്രായങ്ങളും എല്ലാം നിങ്ങൾ കമന്റ് ചെയ്യുക. ഞാൻ പരമാവധി എല്ലാ കമന്റുകളും വായിക്കാൻ ശ്രമിക്കുന്നതാണ്. അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ ബൈ, താങ്ക് യു സോ മച്ച്.